മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ സംസാരിക്കുന്നത് പ്രകാശ് സ്റ്റീലേജ് എന്ന് പറയുന്ന സ്റ്റോക്കിനെ കുറിച്ചാണ്. ഇന്ന് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത് 8 രൂപ 97 പൈസ, അഥവാ ഒരു 17 പൈസ അപ്പ് വന്നിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നമ്മൾ കാണുന്നത്. പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 1.93% അപ്പ് ട്രെൻഡാണ് കാണിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടുഡേ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 8 രൂപ 80 പൈസയാണ്. ടുഡേ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 8 രൂപ 97 പൈസയാണ്. എങ്കിൽ 52 വീക്കിലെ ലോ നോക്കുകയാണെങ്കിൽ 4.90 4 രൂപ 90 പൈസയാണ്. ഏറ്റവും ഹൈ ആയിട്ട് ഒരു വർഷത്തെ അല്ലെങ്കിൽ 52 വീക്കിലെ ഹൈ നോക്കുകയാണെങ്കിൽ 16 രൂപ 20 പൈസയാണ് നമ്മൾ കാണുന്നത്. ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെനിഫിറ്റായിട്ട് തോന്നുന്നത് ROE ആണ്. ROE 302.80% കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കാം, 153 കോടി രൂപയാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പുള്ളത്. അതുപോലെ PE റേഷ്യോ നോക്കുകയാണ്, TTM ബേസ്ഡ് പറയുകയാണെങ്കിൽ 4.16, PB റേഷ്യോ 19.88, ഇൻഡസ്ട്രി PE റേഷ്യോ 18.49, ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.04 ആണ് കാണിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റോക്കിൻ്റെ ആ ഒരു തുകയ്ക്ക് ഇവർ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന ഒരു സമ്മറിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 302.80% ഇവരുടെ ROE കാണിക്കുന്നത്. EPS TTM ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 2.11, ഡിവിഡൻഡ് yield 0 ആണ്, ബുക്ക് വാല്യൂ 0.44, ഫേസ് വാല്യൂ 1 രൂപയുമാണ് കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫിനാൻഷ്യൽ സൈഡാണ്. ഫിനാൻഷ്യലിൻ്റെ ഭാഗത്ത് റവന്യൂ, അതുപോലെ പ്രോഫിറ്റ്, നെറ്റ്വർത്ത്. റവന്യൂയുടെ ഒക്കെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ 2023 ജൂൺ ക്വാർട്ടർ ടു 2024 ജൂൺ ക്വാർട്ടർ വരെയുള്ള ഒരു സ്ലാബാണ് നിങ്ങൾ കാണുന്നത്, ഒരു സ്കെയിലാണ് നിങ്ങൾ കാണുന്നത്. 2023 ജൂൺ ക്വാർട്ടറിൽ 49.16 കോടിയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത്. സെപ്റ്റംബറിലേക്ക് നോക്കുമ്പം താഴേക്ക് വന്നിട്ടുണ്ട്, 25.17 കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട്. ഡിസംബറിലേക്ക് അഥവാ ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ 25.91 കോടിയിലേക്ക് അല്പം ഒന്ന് ഉയർന്നിട്ടുണ്ട്. നെക്സ്റ്റ് മാർച്ച് 2024 മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 26.55ലേക്കും 2024 ജൂൺ ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ 17.69 കോടിയായി ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ക്വാർട്ടറിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇയർലി ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് കാര്യങ്ങളൊക്കെ. 2019 to 2023 വരെയുള്ള സ്കെയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പം 5 വർഷത്തെ സ്കെയിലാണ് നമ്മൾ നോക്കുന്നത്. 2019 കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 65.30 കോടിയാണ്. 2020 33.26 കോടിയും 2021 വരുമ്പം അല്പം ഒന്ന് താഴോട്ട് പോയിട്ടുണ്ട്, 25.38 കോടിയാണ് കാണിക്കുന്നത്. പക്ഷേ അതിനൊക്കെ 3 വർഷങ്ങൾ അപേക്ഷിച്ച് ഏറ്റവും ടോപ്പ് ഉണ്ടായിട്ട് ഹൈയിലേക്ക് പോയിട്ടുള്ളത് 85.74 കോടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 2022 സാമ്പത്തിക വർഷത്തിലാണ്. ലാസ്റ്റ് സാമ്പത്തിക വർഷം 2023 കമ്പനിയുടെ ഇന്നേക്ക് വരെയുള്ള 5 വർഷത്തിൽ ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ 96.957 കോടി രൂപയായിട്ട് റവന്യൂ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഇനി കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ അത്ര സുഖകരമല്ല. 2023 ജൂൺ ക്വാർട്ടർ ടു 2024 ജൂൺ ക്വാർട്ടർ വരെയുള്ള നോക്കുകയാണെങ്കിൽ 2023 ജൂൺ ക്വാർട്ടറിൽ 21.02 കോടിയാണ് കമ്പനിക്ക് പ്രോഫിറ്റ് എന്ന വകയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സെപ്റ്റംബർ ക്വാർട്ടറിലേക്ക് വരുമ്പം 0.80 കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട്. അതിലും താഴെയായിട്ട് ഡിസംബർ 2023 ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ 1.01 കോടിയിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ലൊരു ലോങ് ജമ്പ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരു സ്കെയിലാണ് നമ്മൾ ഈ കാണുന്നത്. 2024 മാർച്ച് മാസത്തിൽ എന്ത് മെക്കാനിസമാണ് ഇതിലിവിടെ പ്രവർത്തിച്ചതെന്നുള്ള അറിയില്ല, എങ്കിലും നല്ലൊരു ഹൈയിലേക്ക് ഈ ഒരു പ്രോഫിറ്റിൻ്റെ ബുക്കിംഗ് സ്കെയിൽ വന്നിട്ടുണ്ട്. 35.06 കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് 2024 മാർച്ച് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ അതെല്ലാം അസ്തമിപ്പിക്കുന്ന അല്ലെങ്കിൽ അപ്രസക്തമാക്കുന്ന രൂപത്തിലാണ് 2024 ജൂൺ ക്വാർട്ടറിൽ. അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലെഗ് പോലും കാണിക്കാൻ പറ്റാത്ത രൂപത്തിൽ 0.09 എന്ന് പറയുന്ന ഒരു ഫിഗറാണ് അവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ത്രൈമാസ കണക്ക് അത്രമേൽ പോരാ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും. 2019 to 2023 വരെയുള്ള പ്രോഫിറ്റിൻ്റെ വാർഷിക കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 2019 കമ്പനിക്ക് 13.74 കോടി രൂപയാണ് ഉള്ളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. 2020 വരുമ്പോൾ 0.24 മൈനസ് ആയിട്ടാണ് കാണിക്കുന്നത്. 2021 വർഷത്തേക്ക് വരുമ്പോൾ 50.76 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അവിടെ നല്ല പിടുത്തം വിട്ടൊരു പോക്കാണ് 2022 ഹൈ ജമ്പ് നടത്തിയിട്ടുള്ള ലോങ് ജമ്പ് നടത്തിയിട്ടുള്ള ഒരു വർഷമായിരുന്നു 2022.
164 കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ്. 2023 വരുമ്പം അതൊക്കെ എവിടത്തേക്ക് ഒലിച്ചു പോയത് എന്ന് ചോദിക്കുന്ന രൂപത്തിലുള്ള ഒരു ഫിഗറാണ് കാണുന്നത്. 4.15 കാണിക്കുന്നുള്ളൂ. ഇതുകൊണ്ട് തന്നെ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് എന്താണ് ഇതിൻ്റെ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള തകർച്ചയും ഉയർച്ചയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇതാണ് പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. നെറ്റ് വർത്തിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഇയർലി ശോകമാണ്. എങ്കിലും ഒരുപാട് ആളുകൾ ഇത് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഒന്ന് റിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾ കാണുന്നത് പോലെ ഈ 5 വർഷവും മൈനസിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. 2019 മൈനസ് 268 കോടി, 2020 മൈനസ് 268 കോടി, 2021 മൈനസ് 218 കോടി, 2022 വരുമ്പം മൈനസ് 54.28 കോടി, 2023 സാമ്പത്തിക വർഷം ലാസ്റ്റ് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം മൈനസ് 50.15. ഇതിങ്ങനെ ചുരുങ്ങി വരുന്നു എന്ന് പറയുമ്പം അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഒരു നല്ല നിലക്കുള്ള ഒരു പോസിറ്റീവ് സൈഡ് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമോ ഇല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ ചുരുക്കമെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത്രയും ഒരു അവസ്ഥയിലുള്ള സ്റ്റോക്കുകൾ ഒരുപാട് ആളുകൾ വാങ്ങിച്ചു വെച്ചു എന്നറിയാൻ പറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം വീഡിയോ ചെയ്യുന്നത്. പലരും പറഞ്ഞു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, പ്രകാശ് സ്റ്റീലേജ് എന്ന് പറയുന്ന കമ്പനിയുടെ. അങ്ങനെയാണ് ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഫണ്ടമെൻ്റലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സൈഡുമാണ്. അതും കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നതാണ് ഇതിൻ്റെ ഒരു സിനാരിയോ, അഥവാ നമ്മൾ ആരൊക്കെയാണ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ റിറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ 66.42% കാണുന്നത്. അത് 50% കൂടുതലാണെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വിഷയത്തിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡിലായിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ വളരെ ചുരുങ്ങി എന്ന രൂപത്തിലുള്ളത് 33.52% ആണ്. ഒന്നും മാറിപ്പോയതാണ്, പറഞ്ഞൊന്ന് തിരുത്താണ്. ഇനി വീഡിയോ പോയിട്ട് തിരുത്താൻ കഴിയില്ല. റിറ്റെയിലേഴ്സ് ആൻഡ് അതേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലത്തെ ആളുകളുടെ കയ്യിലാണ്, അതത്ര മെച്യൂരിറ്റിയുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കാം. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ് 66.42 എന്ന ഫിഗർ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് സൈഡാണ്. പറഞ്ഞത് ഒന്ന് തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു കമ്പനിയെക്കുറിച്ച് അവരുടെ ഓണേഴ്സിന് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു മൂമെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചു വെക്കുക. കാരണം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പൾസർ ചെയ്യുന്നത് അവരാണ്, ഓണേഴ്സാണ്. ഓണേഴ്സിൻ്റെ കയ്യിലുള്ളത് 33.52% മാത്രമാണ്. അത്ര മോശമല്ല, എന്നാൽ അത്ര ഗുണമല്ല ഈ ഒരു ഫിഗർ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഏറെക്കുറെ നല്ലൊരു സ്റ്റോക്ക് ആകുമ്പോൾ അവരുടെ കയ്യിലൊരു 50% അബോക്ക് കാണാറുണ്ട്. അത് ഇതിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ എവിടെയോ വാങ്ങിച്ചത് വിൽക്കാൻ വിട്ടുപോയതുപോലെ 0.06% കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ത്രെഡ്സുകൾ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുമ്പം നമുക്ക് ഒന്നും പറയാനില്ല. ഇത് വെക്കണോ വേണ്ടയോ എന്നുള്ളത്, അത് വാങ്ങിച്ച ആളെ അക്യുമുലേറ്റ് ചെയ്താലും ചെയ്യേണ്ടതില്ല. അതേപോലെ വാങ്ങിച്ചാൽ വിൽക്കണോ എന്നുള്ളത് ഞാനൊരു അപ്രൂവലായിട്ടുള്ള അനലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് പറയാനും വയ്യ. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ശേഷം നിങ്ങൾ സ്വന്തമായിട്ടൊരു തീരുമാനത്തിലെത്തുക. അതായിരിക്കും ഗുണകരം. ഇത്തരം വീഡിയോസുകളൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.